ചരകസംഹിതയിലെ ഹിന്ദി ടീക്കാകാരന്മാരുടെ പേരാണ്. ഫസ്റ്റ് വൺ ശ്രീകൃഷ്ണലാൽ, രണ്ടാമത്തത് ജയദേവ വിദ്യാലങ്കാർ, മൂന്നാമത്തത് അത്രദേവ വിദ്യാലങ്കാർ, നാലാമത്തത് ബ്രഹ്മാനന്ദ ത്രിപാഠി, എഴുതിയത് ചരകചന്ദ്രിക ടീക്ക. രവിദത്ത ത്രിപാഠി എഴുതിയതാണ് വൈദ്യമനോരമ. പിന്നെ ഡോക്ടർ കാശിനാഥ് പാണ്ഡെയും ഗോരഖ്നാഥ് ശാസ്ത്രിയും കൂടെ എഴുതിയ വിദ്യോധനി എന്ന് പറയുന്നത് ഹിന്ദിയിലെ വ്യാഖ്യാനങ്ങളാണ്. ഇനി ട്രാൻസ്ലേഷൻസ് പറയുകയാണെങ്കിൽ ചരകസംഹിതയുടെ അറബിക് ട്രാൻസ്ലേഷൻ 8th സെഞ്ച്വറിയിലെ ഷറക് ഇന്ത്യാനസ് എന്ന് പറഞ്ഞ പേരിൽ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഫസ്റ്റ് ഇറക്കിയത് കവിരത്ന അവിനാശ് ചന്ദ്ര ആണ്. കൽക്കട്ടയിലാണ് അത് പബ്ലിഷ് ചെയ്തത്. 1891 to 99 ആണത് പബ്ലിഷ് ചെയ്തതെന്നുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലെ ഡോക്ടർ പ്രാണജീവൻ മെഹ്ത്ത, അതേപോലെ തന്നെ ഹിന്ദി ഭാഷയിൽ ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് പണ്ഡിറ്റ് ജ്വാല പ്രസാദ്. ലാഹോറിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ തെലുങ്കു ട്രാൻസ്ലേഷൻ വിശ്വനാഥ ശാസ്ത്രി കൗമുദി എന്ന് പറയുന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി കുറച്ച് ആചാര്യന്മാരെ കുറിച്ച് പറയാം. ഭരദ്വാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ പേര് ബൃഹസ്പതി, അമ്മേൻ്റെ പേര് മമത എന്നുമാണ്. ചരകസംഹിതയിൽ ഭരദ്വാജനെ തപസ് കാരണം ഉഗ്രതപ എന്നുള്ള പേരിൽ അറിയുന്നു. അതേപോലെ തന്നെ അമിതായു എന്ന പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ആർത്രേയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 3 ആർത്രേയന്മാരെ കുറിച്ചാണ് പറയുന്നത്. പുനർവസു ആർത്രേയൻ, കൃഷ്ണാർത്രേയൻ, ഭിക്ഷു ആർത്രേയൻ. ഇനി അടുത്തതാണ് ആർത്രേയ ശിഷ്യന്മാർ. ആർത്രേയ ശിഷ്യന്മാരെ പറയുമ്പോൾ 6 പേരാണ് പറയുന്നത്. അഗ്നിവേശൻ, വേലൻ, പരാശരൻ, ജദൂകർണൻ, ഹാരീതൻ, ശാരപാണി. അതേപോലെ തന്നെ ചരകനെ കുറിച്ചാണ് പിന്നെ അടുത്ത് പറയുന്നത്. ചരകൻ എന്ന് പറയുന്നത് ശരിക്കുമുള്ള പേര് കപിഷ്ഠല ചരക എന്നാണ് കറക്റ്റ് പേര് പറയുന്നത്. പിന്നെ ചരകൻ്റെ അച്ഛൻ്റെ പേര് വിശുദ്ധൻ എന്നാണ്. പിന്നെ കനിഷ്ക രാജാവിൻ്റെ കീഴിലുള്ള രാജവൈദ്യനായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ യായാവര കോടി ഋഷിയാണ്. ഋഷികൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ഒരു കുടിലിൽ ശാലീന ഋഷികളും ഉണ്ട്, യായാവര ഋഷിയുണ്ട്. യായാവര ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഋഷി. അപ്പോൾ യായാവര ഋഷിയിലാണ് ചരകൻ പെട്ടിരുന്നത്, നടക്കുന്ന കാര്യം. പിന്നെ ചരകൻ പഞ്ചനദ പ്രാന്തം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരാവതി, ചന്ദ്രഭാഗ നദി ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ നടുക്ക് കപിസ്ഥല ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ട് കപിഷ്ഠല ചരകൻ എന്ന് പറഞ്ഞ കപിസ്ഥല ഗ്രാമത്തിലായിരുന്നു ചരകൻ ഉണ്ടായിരുന്നത്. പിന്നെ കൃഷ്ണ യജുർവേദത്തിലെ ഒരു ശാഖയിലെ ചരകൻ എന്ന് ചരകം എന്ന് പറയുന്ന ഒരു ശാഖയുടെ പേരാണ് ചരകൻ. കൃഷ്ണ യജുർവേദത്തിലെ ഒരു ബ്രാഞ്ചിൻ്റെ പേരാണ് ചരകൻ എന്ന്. പിന്നെ അടുത്തത് ദൃഢബലനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൃഢബലൻ എന്ന് പറയുന്നത് കപിലബലിയുടെ മോനായിട്ട് വരും. 120 ചാപ്റ്റർ ചരകസംഹിതയിൽ ഉള്ളതിൽ 41 ചാപ്റ്റർ എഴുതിയത് ദൃഢബലനാണ്. ചികിത്സാ സ്ഥാനത്തിൽ 17 ചാപ്റ്ററും കൽപ്പസ്ഥാനത്തിൽ 12 ചാപ്റ്ററും സിദ്ധിസ്ഥാനത്തിൽ 12 ചാപ്റ്ററും കൂടെ കൂട്ടി. ഇനി 17 ചാപ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ചരകം ചികിത്സ എടുക്കുകയാണെങ്കിൽ അതിലെ രസായനം, വാജീകരണം, മദാതയം, ജ്വരം, രക്തപിത്തം, ഗുൽമം, പ്രമേഹം, കൃമി, രാജേക്ഷ്മ, അർശ, അതിസാരം, വിവ്രണീയം, വിസർപ്പം. ഇത്രയും ചാപ്റ്റേഴ്സ് വിട്ട് ബാക്കി 17 ചാപ്റ്റേഴ്സും എഴുതിയ ആളാണ് ദൃഢബലൻ. ഇത്രയുമാണ് നമുക്കിവിടെ പറയുന്നത്.